ഇന്ന് 17,518 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 1,28,489 പരിശോധനകളാണ് സംസ്ഥാനത്ത് നടന്നത്. 24 മണിക്കൂറിൽ കോവിഡ് മൂലം മരണമടഞ്ഞവർ 132 ആണ്. 12.1% കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 11 ജില്ലകളിലും 10% മുകളിലാണ് TPR. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ TPR, 17%. ജില്ലകളിൽ പൊതുവിൽ കാര്യങ്ങൾ ഫലപ്രദമായി നീങ്ങുന്നുണ്ട്. കോൺടാക്ട് ട്രേസിംഗ്, ടെസ്റ്റിംഗ് എന്നിവയ്ക്കൊപ്പം വാക്സിനേഷനും ഒന്നിച്ച് നീക്കാനാവണം. ഫലപ്രദമായി വാക്സിനേഷൻ നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ദേശീയ തലത്തിൽ നേരത്തെ വിലയിരുത്തപ്പെട്ടതാണ്. സീറോ വേസ്റ്റേജ്, കൂടുതൽ ഡോസ് വാക്സിനേഷൻ എന്നീ കാര്യങ്ങളിലൊക്കെ നാം മുന്നിലാണ്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാറ്റഗറി A-B പ്രദേശങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ, പബ്ലിക് ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കമ്പനികൾ, കമ്മീഷനുകൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയവയിൽ 50% ഉദ്യോഗസ്ഥരെയും, കാറ്റഗറി C പ്രദേശങ്ങളിൽ 25% ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളിച്ചാവും ഓഫീസ് പ്രവർത്തനം. കാറ്റഗറി Dയിൽ അവശ്യ സർവീസുകൾ മാത്രമേ പ്രവർത്തിക്കൂ. A-B പ്രദേശങ്ങളിൽ ബാക്കി വരുന്ന 50% പേരും, സിയിൽ ബാക്കി വരുന്ന 75% പേരും എല്ലാ മേഖലയിലുമുള്ള ഉദ്യോഗസ്ഥർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം. അവർക്ക് അതിനുള്ള ചുമതല നൽകാൻ കലക്ടർമാർ മുൻകൈയെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. D വിഭാഗത്തിൽ അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കുക എന്നതിനാൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരെയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കും. രോഗവ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങൾ ക്ലസ്റ്ററുകളായി കണക്കാക്കണം. അതോടൊപ്പം മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സംവിധാനവും ഏർപ്പെടുത്തും. ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് കണ്ടെത്തി ഇടപെടാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തും. രാജ്യത്ത് കോവിഡിൻ്റെ 3ാം തരംഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. മറ്റ് മഹാമാരികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ താരതമ്യേന രോഗവ്യാപന സാധ്യത കൂടുതലുള്ള രോഗമാണ് കോവിഡ്. ആഗോളാന്തര യാത്രകൾ മുൻകാലങ്ങളേക്കാൾ വളരെ വർദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് പകർച്ചാനിരക്ക് കൂടുതലുള്ള മഹാമാരിയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഒരു രാജ്യത്തിനോ ഭൂഖണ്ഡത്തിനോ മാത്രമായി സാധ്യമല്ല.
വിദേശ രാജ്യങ്ങളിലെ രണ്ടാം തരംഗം അവസാനിച്ചു കഴിഞ്ഞാണ് ഇന്ത്യയിൽ രണ്ടാം തരംഗം ആരംഭിച്ചത്. രോഗപ്രതിരോധത്തിനായുള്ള സാമൂഹ്യ പ്രതിരോധ ശേഷി കൈവരിക്കാൻ സമൂഹത്തിൽ കുറഞ്ഞത് 60% പേർക്കെങ്കിലും വാക്സിൻ നൽകേണ്ടതുണ്ട്. ഇതിനകം ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നിങ്ങനെ 4 തരം വൈറസ് വകഭേദങ്ങൾ ആവിർഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഡെൽറ്റ വകഭേദം വ്യാപന നിരക്ക് വളരെ കൂടിയതും രോഗപ്രതിരോധത്തെ അതിജീവിക്കാൻ ഭാഗികമായി ശേഷി ആർജിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഡെൽറ്റ വൈറസാണ് കൂടുതലായി കണ്ടുവരുന്നത്. കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ കർശനമായി പാലിച്ച് സാമൂഹ്യ പ്രതിരോധ ശേഷി ആവശ്യമായ തോതിൽ കൈവരിക്കാൻ കഴിഞ്ഞാൽ മൂന്നാം തരംഗം ഉണ്ടാവണമെന്നില്ല. മൂന്നാം തരംഗം സ്വാഭാവികമായി ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. കോവിഡ് നിയന്ത്രണത്തിലുള്ള പാളിച്ചകളിലൂടെയും വാക്സിൻ വിതരണത്തിലെ വീഴ്ചകളിലൂടെയും ഉണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതിവേഗം വാക്സിനേഷൻ ഒരു ഡോസെങ്കിലും എല്ലാവർക്കും നൽകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഡെൽറ്റ വൈറസ് സാന്നിധ്യമുള്ളതുകൊണ്ട് അതിവേഗ വ്യാപന സാധ്യതയുള്ള ചെറുതും വലുതുമായ ആൾക്കൂട്ട സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ജാഗ്രത കാട്ടണം. മൂന്നാം തരംഗമുണ്ടായാൽ അത് കുട്ടികളെ കൂടുതലായി ബാധിക്കുമെന്ന വിശ്വാസത്തിന് വലിയ ശാസ്ത്രീയ അടിത്തറയില്ല. ഇതിനകം കേവലം 4% കുട്ടികളെ മാത്രമാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. കുട്ടികളിലെ മരണനിരക്കും വളരെ കുറവാണ്. എങ്കിലും മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം എന്ന ഗുരുതരമായ കോവിഡാനന്തര രോഗസാധ്യത കുട്ടികളിൽ കാണുന്ന സാഹചര്യം പരിഗണിച്ച് കുട്ടികളുടെ ചികിത്സക്കാവശ്യമായ തീവ്ര പരിചരണ സംവിധാനം ഒരുക്കുകയാണ്. സംസ്ഥാനത്ത് വാക്സിൻ വിതരണം മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 1,77,09,529 പേർക്ക് വാക്സിൻ നൽകിക്കഴിഞ്ഞു. ഇതിൽ 1,24,64,589 പേർക്ക് ഒരു ഡോസ് വാക്സിനും 52,44,940 പേർക്ക് 2 ഡോസ് വാക്സിനും ലഭിച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്നും വാക്സിൻ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളം വാക്സിൻ വിതരണം ചെയ്യുന്ന വേഗതയിൽ 2-3 മാസങ്ങൾക്കുള്ളിൽ 60% പേർക്കെങ്കിലും വാക്സിൻ നൽകാൻ സാധിക്കും. പുതിയ തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ രോഗം വന്ന് ഭേദമായവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അങ്ങനെ രോഗം വന്ന് ഭേദമായവരുടെ എണ്ണവും
മേൽപ്പറഞ്ഞ രീതിയിൽ വാക്സിൻ വിതരണം ചെയ്യാൻ സാധിച്ചാൽ അത് ലഭിക്കുന്നവരുടെ എണ്ണവും ഒരുമിച്ച് കണക്കിലെടുത്താൽ നമുക്ക് സാമൂഹ്യ പ്രതിരോധ ശേഷി അധികം വൈകാതെ കൈവരിക്കാൻ സാധിക്കും. പക്ഷേ സാമൂഹ്യ പ്രതിരോധ ശേഷി കൈവരിച്ചാൽ പോലും കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ നമുക്ക് പെട്ടെന്ന് പിൻവലിക്കാൻ സാധിക്കില്ല. കാരണം വാക്സിൻ എടുത്തവരിലും രോഗം വന്ന് ഭേദമായവരിലും വീണ്ടും രോഗം പിടിപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വാക്സിൻ എടുത്തവരും മാസ്ക് ധരിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും ശ്രദ്ധിക്കണം. പോസിറ്റീവ് കേസുകളുടെ എണ്ണം ഇപ്പോൾ ഒരേ നിലയിൽ ഏതാണ്ട് നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കാണുന്നത് ചെറിയൊരു വർധനവുമാണ്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടൊരു നിലയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നാം വല്ലാതെ വ്യാകുലപ്പെടേണ്ടതില്ല. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധം രോഗികളുടെ എണ്ണത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. മരണനിരക്ക് ഇന്ത്യയിൽ മറ്റേത് പ്രദേശത്തേക്കാളും കുറച്ച് നിർത്താനും നമുക്ക് കഴിയുന്നു. മറ്റ് രോഗാവസ്ഥയുള്ളവർക്കിടയിലാണ് കോവിഡ് ഗുരുതരമാകുന്നത്. പ്രമേഹം, രക്താതിമർദ്ദം, ശ്വാസകോശ രോഗങ്ങൾ, അർബുദം പോലുള്ള അത്തരം രോഗാവസ്ഥകൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. കൃത്യമായ ചികിത്സ മുടക്കം കൂടാതെ ഉറപ്പുവരുത്തണം. കോവിഡേതര രോഗങ്ങൾ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചികിത്സ എത്രയും പെട്ടെന്ന് നേടുവാൻ രോഗികളായവരും അവരുടെ കുടുംബങ്ങളും ശ്രദ്ധിക്കണം. ഇത്തരം രോഗാവസ്ഥകളുള്ളവർ രോഗബാധിതരായാൽ വീട്ടിൽ കഴിയാതെ ഉടനെ തന്നെ കോവിഡ് ആശുപത്രികളിൽ പ്രവേശിക്കേണ്ടതാണ്. ബൈസ്റ്റാൻഡർമാരെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആശുപത്രിയിൽ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ കഴിയും. അതുപോലെ അനുബന്ധ രോഗമുള്ളവർ വാക്സിൻ എടുക്കാതിരുന്നവരുണ്ടെങ്കിൽ വാക്സിൻ കഴിയാവുന്നത്ര വേഗം എടുക്കണം. അവർക്ക് വാക്സിൻ ലഭിക്കുന്നതിന് മുൻഗണനയുണ്ട്. മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ നൽകാൻ മാതൃകവചം എന്ന പേരിൽ ആരോഗ്യവകുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നവരെ അതിനായി പ്രോത്സാഹിപ്പിക്കും. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയ സൗകര്യങ്ങളില്ലാത്തവരെ ആശാപ്രവർത്തകരുടെ സഹായത്തോടെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചാണ് വാക്സിൻ എടുപ്പിക്കുന്നത്.
വാക്സിനേഷനായി വരുന്ന മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുന്ന വിധത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയാണ് വാക്സിൻ നൽകുന്നത്. ഇതുവരെ സംസ്ഥാനത്ത് 40,000-ഓളം ഗർഭിണികളാണ് വാക്സിൻ എടുത്തത്. എന്നാൽ ചിലർ വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ഗർഭിണികൾ സ്വന്തം സുരക്ഷയും കുഞ്ഞിൻ്റെ സുരക്ഷയും കണക്കിലെടുത്ത് വാക്സിൻ എടുക്കേണ്ടതാണ്. കോവിഡ് ബാധിച്ചാൽ ഏറ്റവും അധികം ഗുരുതരമാകാൻ സാധ്യതയുള്ളവരാണ് ഗർഭിണികൾ. സംസ്ഥാനത്ത് തന്നെ കോവിഡ് ബാധിച്ച് നിരവധി ഗർഭിണികൾ ഗുരുതരാവസ്ഥയിലാകുകയും അപൂർവം പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പലതരം പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഗർഭിണികൾക്ക് വാക്സിൻ നൽകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് വാക്സിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ആശങ്ക കൂടാതെ വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാവണം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏത് കാലയളവിലും വാക്സിൻ നൽകാൻ കേന്ദ്രം നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. അതിനാൽ ഗർഭാവസ്ഥയിലെ അവസാന മാസങ്ങളിൽ 1-ാം ഡോസ് വാക്സിൻ എടുത്താലും 2-ാം ഡോസ് എടുക്കേണ്ട സമയമാകുമ്പോൾ മുലയൂട്ടുന്ന സമയമായാൽ പോലും വാക്സിൻ എടുക്കുന്നതിന് തടസ്സമില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR 2021 ജൂൺ അവസാനവും ജൂലൈ ആദ്യവുമായി നടത്തിയ 4ാമത് സെറോ പ്രിവലൻസ് പഠനത്തിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച സാമ്പിളിംഗ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്തത്തിലുള്ള ആൻറ്റിബോഡി സാന്നിധ്യം നിർണയിക്കുകയാണ് സെറോ പ്രിവലൻസ് സർവേയിലൂടെ നടത്തുന്നത്. രോഗം വന്ന് ഭേദമായവരിലും വാക്സിൻ സ്വീകരിച്ചവരിലും കോവിഡ് വൈറസിനെതിരായ ആൻറ്റിബോഡികളുണ്ടാവും. സെറോ പ്രിവലൻസ് പഠനത്തിലൂടെ സമൂഹത്തിൽ എത്ര ശതമാനം പേർക്ക് രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ കഴിഞ്ഞെന്ന് കണ്ടെത്താൻ കഴിയും. സെറോ പോസിറ്റിവിറ്റിയും ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ടെസ്റ്റ് പോസിറ്റിവിറ്റിയും താരതമ്യം ചെയ്ത് ഇപ്പോൾ പിന്തുടർന്നു വരുന്ന ടെസ്റ്റിംഗ് രീതിയുടെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമത വിലയിരുത്താനും കഴിയും. 21 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 70 ജില്ലകളിലായി 100 ആരോഗ്യ പ്രവർത്തകരടക്കം ശരാശരി 400 പേർ ഓരോ ജില്ലയിൽ നിന്നും എന്ന ക്രമത്തിൽ 6 വയസ്സിന് മുകളിലുള്ള 28,975 പേരിലാണ് ടെസ്റ്റ് നടത്തിയത്. ടെസ്റ്റിംഗ് ഫലമനുസരിച്ച് രാജ്യത്ത് 67.6% സെറോ പോസിറ്റിവിറ്റിയാണ് കണ്ടത്. അതായത് രാജ്യത്തിൽ 3-2 പേർക്ക് 3-2 പേർക്ക് രോഗം വന്നു പോയതിനാലോ
വാക്സിൻ വഴിയോ രോഗപ്രതിരോധം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലാണ് പഠനം നടത്തിയത്. 42.7% ഈ ജില്ലകളിൽ നിന്നുള്ള ഫലമനുസരിച്ച് സംസ്ഥാനത്തെ സെറോ പോസിറ്റിവിറ്റി. സംസ്ഥാനത്ത് ഏതാണ്ട് 50% പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 50%-ലധികം പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചില്ല. ഇതിനു മുൻപ് പ്രസിദ്ധീകരിച്ച സെറോ പ്രിവലൻസ് സർവേ പ്രകാരം കേരളത്തിലെ 11.6% പേർക്കായിരുന്നു രോഗം വന്ന് ഭേദമായത്. ആ ഘട്ടത്തിലെ ദേശീയ ശരാശരി 21%. നമ്മുടെ കോവിഡ് നിയന്ത്രണത്തിൻ്റെ വിജയത്തെയാണിത് കാണിക്കുന്നത്. മാത്രമല്ല, രാജ്യത്ത് 28 ഒരാളിലാണ് രോഗം കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് കണക്കെങ്കിൽ കേരളത്തിൽ 5 ഒരാളിൽ രോഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിംഗ് രീതി ശരിയായ ദിശയിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. രോഗം ബാധിച്ചവരിൽ ഏറെ പേരെയും കണ്ടെത്താൻ കഴിഞ്ഞതിനാൽ എല്ലാവർക്കും ഉചിതമായ ചികിത്സ നൽകാൻ നമുക്ക് കഴിഞ്ഞു. രണ്ടാം തരംഗത്തിലും കോവിഡ് ആശുപത്രികളിലും ICUകളിലുമായി അഡ്മിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം 25,000-ആയി പരിമിതപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞു. ഒരു ഘട്ടത്തിലും ചികിത്സാ സൗകര്യങ്ങൾക്കുപരിയായി രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല. അതുതന്നെയാണ് മരണനിരക്ക് കുറഞ്ഞു നിൽക്കാനും കാരണം. ഒന്നാം ഘട്ട രോഗവ്യാപന കാലത്തെ നമ്മുടെ പ്രതിരോധ നടപടികളുടെ ഫലമായാണ് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് രോഗം ബാധിക്കാതിരുന്നത്. അങ്ങനെയുള്ളവർ രോഗം ബാധിക്കാൻ സാധ്യത ഉള്ളവരായിരുന്നതുകൊണ്ടും വ്യാപന സാധ്യത കൂടുതലുള്ള ഡെൽറ്റ വൈറസ് വകഭേദം വ്യാപകമായി വ്യാപിച്ചതുകൊണ്ടുമാണ് രണ്ടാം തരംഗത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ചു നിൽക്കുന്നത്. ഇതിനകം 18 വയസ്സിന് മുകളിലുള്ള 50%-ന് ഒരു ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കൂടി അതിവേഗം വാക്സിനേഷൻ നടത്താൻ കഴിഞ്ഞാൽ അധികം വൈകാതെ 70% പേർക്ക് രോഗപ്രതിരോധം ലഭ്യമാക്കി സാമൂഹ്യ പ്രതിരോധ ശേഷി കൈവരിച്ച് നമുക്ക്
കോവിഡിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. 2021 ജനുവരി 16 മുതൽ സംസ്ഥാനം മികച്ച രീതിയിൽ കോവിഡ് വാക്സിൻ വിതരണം നടത്തി വരികയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങളനുസരിച്ചാണ് വാക്സിനേഷൻ നടത്തുന്നത്. ഇതുവരെ 1,77,00,000 ഡോസ് കോവിഡ് വാക്സിൻ നൽകിക്കഴിഞ്ഞു. ഒന്നാം ഘട്ടം മുതൽ വാക്സിൻ വിതരണത്തിൽ സ്വകാര്യ വാക്സിനേഷൻ സെൻ്ററുകൾ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ സ്വകാര്യ ആശുപത്രികൾ സർക്കാർ വാക്സിനേഷൻ സെൻ്ററുകളുടെ സെഷൻ സൈറ്റുകളായി പ്രവർത്തിക്കുകയും അത്തരം കേന്ദ്രങ്ങളിലൂടെ വാക്സിനുകൾ സൗജന്യമായി നൽകുകയും ചെയ്തു. 2021 മാർച്ച് 1 മുതൽ 2021 ഏപ്രിൽ 30 വരെ സ്വകാര്യ വാക്സിനേഷൻ സെൻ്ററുകൾക്ക് 150 രൂപ നിരക്കിൽ കോവിഡ് വാക്സിൻ നൽകുകയും 250 രൂപയ്ക്ക് സേവന ചാർജായി 100 രൂപ ഈടാക്കുന്നു പൊതുജനങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്തു. 2021 മെയ് 1 മുതലാണ് പുതിയ വാക്സിനേഷൻ സ്ട്രാറ്റജി നടപ്പാക്കിയത്. അതോടെ രാജ്യത്തെ മൊത്തം വാക്സിൻ ഉൽപ്പാദനത്തിൻ്റെ 25% സ്വകാര്യ മേഖലക്കായി നീക്കിവെച്ചിട്ടുണ്ട്. തുടർന്ന് സ്വകാര്യ സെൻ്ററുകളോട് നിർമ്മാതാക്കളിൽ നിന്ന് കോവിഷീൽഡിന് 600 രൂപയും GSTയും കോവാക്സിന് 1200 രൂപയും GSTയും എന്ന നിരക്കിൽ നേരിട്ട് വാക്സിൻ വാങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സേവന ചാർജിനായി 150 രൂപയ്ക്ക് ഒരു ക്യാപ്പിങ്ങും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു. ഈ സമ്പ്രദായമനുസരിച്ച് കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ കുറഞ്ഞത് 3000 ഡോസുകൾ ഓർഡർ ചെയ്യേണ്ടതായി വന്നു. ഇത് ചെറുകിട ഇടത്തരം ആശുപത്രികളെ വാക്സിനേഷൻ ഡ്രൈവിൽ പങ്കെടുക്കുന്നത് തടയുന്ന സാഹചര്യമുണ്ടായി. ജൂൺ 21 മുതൽ വാക്സിൻ വാങ്ങുന്നതിനായി മന്ത്രാലയം ജൂലൈ മുതൽ പുതിയ സംവിധാനം നടപ്പിലാക്കി. പുതിയ സംവിധാനമനുസരിച്ച് സ്വകാര്യ സെൻ്ററുകൾ കോവിൻ പോർട്ടൽ വഴി വാക്സിനായി ഓർഡർ നൽകാം. നിർമ്മാതാവിന് കോവിൻ വഴിയല്ലാതെ നേരിട്ട് പണമടക്കുകയും ചെയ്യണം. കോവിഷീൽഡ് 6000 ഡോസ്, കോവാക്സിൻ 2880 ഡോസ്. ഇതിനു മുകളിലാണ് ഓർഡറെങ്കിൽ കമ്പനി തന്നെ നേരിട്ട് വാക്സിൻ എത്തിച്ചു നൽകും. എന്നാൽ ഓർഡർ അതിൽ കുറവും. കോവിഷീൽഡ് ചുരുങ്ങിയത് 500 ഡോസും കോവാക്സിൻ 160 ഡോസും ആണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിതരണ ശൃംഖലയിലൂടെ അത് വിതരണം ചെയ്യും.
പുതിയ നയമനുസരിച്ച് 289 ആശുപത്രികൾ പുതുതായി ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. ജൂലൈ 19 വരെയുള്ള കണക്കുകൾ പ്രകാരം 2,01,320 ഡോസുകൾ ഇതുവരെ സംസ്ഥാനത്തിൻ്റെ ശൃംഖല വഴി വിതരണം ചെയ്യുന്നതിനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള ഓർഡർ ലഭിച്ചത് 13,95,500 ഡോസ് വാക്സിനാണ്. 5,93,000 ഡോസാണ് ഇതുവരെ നിർമ്മാതാക്കളിൽ നിന്നും ലഭ്യമായിരിക്കുന്നത്. 250 രൂപ നിരക്കിൽ 2021 മാർച്ച് 1 മുതൽ 2021 ഏപ്രിൽ 30 വരെ 8,29,976 ഡോസുകൾ സ്വകാര്യ സെന്ററുകൾ വഴി നൽകിയിട്ടുണ്ട്. 2021 മെയ് 1 ശേഷം 2021 ജൂലൈ 19 വരെ 10,03,409 ഡോസുകൾ സ്വകാര്യ സെന്ററുകൾ കമ്പനികളിൽ നിന്ന് നേരിട്ട് വാങ്ങി വിതരണം ചെയ്തു. സ്വകാര്യ മേഖലയിലെ വാക്സിനേഷന്റെ മേൽനോട്ടവും പിന്തുണയും ഉറപ്പാക്കാൻ ADHS FWവിൻ്റെ അധ്യക്ഷതയിൽ ഒരു ഉപസമിതി രൂപീകരിച്ചു. സ്വകാര്യ മേഖലയിൽ വാക്സിനേഷൻ ഡ്രൈവ് വിജയകരമായി നടപ്പാക്കുന്നത് ഉറപ്പാക്കുന്നതിന് സ്വകാര്യ ആശുപത്രികളെയും IMA പോലുള്ള അസോസിയേഷനുകളെയും ഏകോപിപ്പിക്കുന്നതിൽ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി സജീവ പങ്കുവഹിക്കുന്നു. സ്വകാര്യ സെന്ററുകളെ പിന്തുണക്കുന്നതിനായി പതിവ് അവലോകന മീറ്റിങ്ങുകളും പരിശീലനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ആകെ 37 പേർക്കാണ് സിക്ക വൈറസ് ബാധിച്ചത്. നിലവിൽ 7 പേരാണ് രോഗികളായുള്ളത്. അതിൽ 5 പേർ ഗർഭിണികളാണ്. എല്ലാവരുടെയും നില തൃപ്തികരമാണ്. ഈ ആഴ്ച സിക്ക വൈറസ് കേസ് കുറവാണെങ്കിലും ജാഗ്രത തുടരണം. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കൊതുക് വളരാനുള്ള സാഹചര്യം ഒരുക്കരുത്. വീടുകളും സ്ഥാപനങ്ങളും ആശുപത്രികളും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സിക്ക വൈറസ് കേസ് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സിക്ക വൈറസ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യം, തദ്ദേശം, റവന്യൂ വകുപ്പുകൾ ചേർന്ന് ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കഴിഞ്ഞ വർഷം മാർച്ച് 25 മുതൽ ഇന്നലെ വരെ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 5,75,839 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. 5,19,862 പേരെ കോവിഡ് നിയന്ത്രണ ലംഘനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തു. ആകെ 3,42,832 വാഹനങ്ങളാണ് ഇക്കാലയളവിൽ പിടിച്ചെടുത്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 16,311 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു.
സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 9235 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 40,21,450 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. കാലാവസ്ഥയുടെ കാര്യത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് വലിയ മഴ ലഭിക്കുന്നത്. ന്യൂനമർദ്ദത്തെ തുടർന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി ജില്ലകളിൽ അതിതീവ്ര മഴ ലഭിച്ചിട്ടുള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മലപ്പുറം ജില്ലയുടെ കിഴക്കൻ അതിർത്തി പങ്കിടുന്ന നീലഗിരിക്കുന്ന് അവിടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടായിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി ജില്ലകളുടെ കിഴക്കൻ മേഖല അടുത്ത 24 മണിക്കൂർ കൂടി അതിതീവ്ര ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. 24 മണിക്കൂറിൽ 200 മില്ലിമീറ്റർ മഴ വരെ ഒറ്റപ്പെട്ടിടങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇത്തരമൊരു സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവാൻ കാരണമായേക്കാം. ശക്തമായ കാറ്റിനുള്ള സാധ്യതാ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് രാത്രി സമയങ്ങളിലും ജാഗ്രത തുടരണം. ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിൽ താമസിക്കുന്നവരെ ആവശ്യമായ ഘട്ടങ്ങളിൽ മാറ്റി താമസിപ്പിക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജൂലൈ 27 വരെ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉയർന്ന തിരമാലക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശ നിവാസികളും ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിൽ കേപ്പ് ജീവനക്കാർ ശമ്പള വിഹിതം 2 ഗഡുക്കളായി ആകെ 27,08,550 രൂപ. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 16,65,101 രൂപ. പാലക്കാട് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് 10,84,145 രൂപ. നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ. LDF മാങ്കുളം പഞ്ചായത്ത് കമ്മിറ്റി 3,07,500. കോഴിക്കോട് നരിക്കുന്ന് UP സ്കൂളിലെ മുഴുവൻ സ്റ്റാഫിൻ്റെയും മാറ്റിവെക്കപ്പെട്ട ശമ്പളത്തിൻ്റെ ആദ്യ വിഹിതം 2,65,326 രൂപ. കോഴിക്കോട് പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക് 2,27,000 രൂപ. പയ്യന്നൂർ സഹകരണ ആശുപത്രി 2 ലക്ഷം രൂപ. GCDA എംപ്ലോയീസ് യൂണിയൻ
1,34,510 രൂപ. മാങ്കുളം പഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങൾ 1,26,500 രൂപ. 11 പരിപാടി പ്രകാരം നിയമിതരായ പഞ്ചായത്ത് ജീവനക്കാർ, ലൈബ്രറിയൻ, നഴ്സറി ടീച്ചർ, ആയ അങ്ങനെയുള്ളവർ സംസ്ഥാന തലത്തിൽ സമാഹരിച്ച 1,16,500 രൂപ. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് 1,00,000 രൂപ. ആലപ്പുഴ ജില്ലാ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU 1,00,000 രൂപ. പ്രൈവറ്റ് ITI മാനേജ്മെൻറ്റ് അസോസിയേഷൻ 1,00,000 രൂപ. കേരള മിനറൽസ് മൈനിങ് വർക്കേഴ്സ് യൂണിയൻ CITU 1,00,000. കേരള യൂണിവേഴ്സിറ്റി മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ അബ്ദുൾ മുനാഫിൻ്റെ ഭാര്യ പരേതയായ റഹിമ ബീവിയുടെ മരണാനന്തര ചടങ്ങിനായി കരുതിയിരുന്ന 95,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. CM സമയം പരിമിതിയുള്ളതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ TPR കുറയാത്തത് ഈ മൂന്നാം തരംഗത്തിന് കാരണമാകൂ എന്നൊരു ആശങ്കയുണ്ട്. കാരണം TPR കുറയുന്നില്ല, കൂടി വരുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ്. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 350 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതിന് പിന്നിൽ CPM എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിന്റെ പങ്കും CPM സംസ്ഥാന നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ അറിഞ്ഞിട്ട് പോലും ഇത് പൂഴ്ത്തിവെക്കാൻ CPM ശ്രമിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ മൂന്നാം തരംഗത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മൂന്നാം തരംഗം ആരംഭിച്ചു എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ നേരത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ പറഞ്ഞിരുന്നല്ലോ, ഒരു മൂന്നാം തരംഗത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ അത്തരമൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അല്പം വർധനവാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലയിലും വർധനവിൻ്റെ നിലയാണുള്ളത്. അപ്പം അത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇത് മൂന്നാം തരംഗമായിട്ട് വിലയിരുത്താനായിട്ടില്ല. പക്ഷേ ഇതിൽ കൂടുതൽ പഠനങ്ങൾ വേണ്ടതായി വരും. നേരത്തെയുള്ള ഡെൽറ്റ വൈറസ് ഉണ്ട്, ഇനി മറ്റേതെങ്കിലും വകഭേദം വന്നിട്ടുണ്ടോ? ആ കാര്യങ്ങൾ പരിശോധിച്ച് തിട്ടപ്പെടുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും ഇത് അതീവ ഗൗരവമായിട്ട് തന്നെയാണ് നാം പൊതുവെ കാണേണ്ടത്. അപ്പോൾ നല്ല രീതിയിലുള്ള കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചു പോവുക എന്നത് പരമപ്രധാനമാണ്. അതിൻ്റെ ഭാഗമായി നേരത്തെ സെക്ടറൽ മജിസ്ട്രേറ്റുമാരടക്കം ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തന രീതി തുടരണമെന്നാണ് കണ്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് രോഗവ്യാപനം ചിലയിടങ്ങളിൽ ചില ക്ലസ്റ്ററുകളായിട്ടാണ് വരുന്നത്. അത് പ്രത്യേകമായി കണ്ടുകൊണ്ട് അവിടെ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സംവിധാനം കടുത്ത നിയന്ത്രണങ്ങളോടെ നടപ്പാക്കുക. അപ്പോൾ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ സംവിധാനവും പോലീസും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ഏജൻസികളും നല്ല നിലക്ക് തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് എന്നാണ് ഇന്ന് ചേർന്ന അവലോകന യോഗം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് നല്ല ജാഗ്രത
നാം പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്നാൽ അതേസമയം വല്ലാതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ എല്ലാ ഘട്ടത്തിലും നമുക്ക് രോഗം ബാധിച്ച് രോഗികളാകുന്നവരുടെ എണ്ണം നമ്മുടെ ചികിത്സാ സൗകര്യത്തിൻ്റെ പരിധി കവിഞ്ഞു പോകുന്ന നിലയിലേക്ക് ഒരു ഘട്ടത്തിലും എത്തിയിട്ടില്ല, വലിയ തോതിൽ വ്യാപിച്ച ഘട്ടത്തിൽ പോലും. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ കരുത്ത്. നമ്മുടെ സമൂഹമാകെ ജാഗ്രത പാലിച്ച് പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ഒരാൾക്ക് രോഗം വന്നാൽ വീട്ടിൽ തന്നെ തുടരാൻ പാടില്ല. തൽക്കാലം അവിടുന്ന് മാറി വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് മാറി മറ്റ് സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിൽ ആവശ്യമായ താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് DCC. അതോടൊപ്പം തന്നെ നമ്മുടെ CFLTCകളുണ്ട്. മറ്റ് രോഗങ്ങളുള്ളവരാണെങ്കിൽ നിർബന്ധമായും ആശുപത്രികളിലേക്ക് ആദ്യം തന്നെ പോകണം. അപ്പോൾ അങ്ങനെയുള്ള നില രോഗികളായിട്ടുള്ളവർ തന്നെ സ്വീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യം, അതിൽ ഇത്രയും കാലം ഈ മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിട്ട് ഓരോ പാർട്ടികളുടെയും രീതിയും സ്വഭാവവും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നിർഭാഗ്യകരമായൊരവസ്ഥയാണത്. നിങ്ങൾക്ക് CPIMനോട് വിരോധമുണ്ടാകാം, അത് ഈ രീതിയിൽ പ്രകടിപ്പിക്കല്ലോ വേണ്ടത്. CPIM ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വൃത്തികേട് കാണിച്ച് അതിൻ്റെ പങ്കുപറ്റുന്ന ഒരു പാർട്ടിയാണ് എന്ന് എന്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? CPIM ഒരു പാർട്ടി എന്ന നിലക്ക് എല്ലാ ഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ വീഴ്ചകൾക്കും തെറ്റുകൾക്കും അനാവശ്യമായ നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത മറ്റ് വ്യതിയാനങ്ങൾക്കും എല്ലാം എതിരെ പോരാടുന്നൊരു പാർട്ടിയാണ്. CPIM ലക്ഷക്കണക്കിൽ ആളുകൾ അണിനിരന്നിട്ടുള്ള പിന്താങ്ങുന്ന ഒരു പാർട്ടിയുമാണ്. അവരെല്ലാവരെയും CPIM എന്ന നിലക്ക് തന്നെയാണ് ആളുകൾ കാണുക. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ചിലർ തെറ്റ് കാണിച്ചാൽ ആ തെറ്റ് മൂടിവെക്കുന്ന ഒരു സംസ്കാരം CPIM ഒരു കാലത്തും കാണിച്ചിട്ടില്ല എന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാകുക? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ അത്. ആ ഘട്ടത്തിലൊക്കെ ഈ പാർട്ടിയിൽ ഏത് സ്ഥാനം വഹിച്ചാലും പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, പാർട്ടി കൃത്യമായ നിയതമായ മാനദണ്ഡങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനൊരവസ്ഥ വന്നാൽ ആ ആൾക്കെതിരെ കർശനമായ നടപടിയെടുത്തു പോകുന്നൊരു പാർട്ടിയാണല്ലോ CPIM. അപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ഒരു പ്രത്യേക വീഴ്ചയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ചോദിച്ച
ബാങ്കിൻ്റെ കാര്യം. ബാങ്ക് വലിയ തോതിൽ തെറ്റായ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് തന്നെ സർക്കാർ കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ട് അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ അന്വേഷണം നല്ല കൃത്യതയോടെ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ട് തന്നെ നടത്തുകയുമാണ്. അതിലുള്ള കുറ്റവാളികൾ, തെറ്റ് ചെയ്തവർ ആരായാലും അവർ ഏത് രാഷ്ട്രീയക്കാരായാലും സംരക്ഷിക്കുന്ന നിലയല്ല സർക്കാരിനുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖല ഏറ്റവും അധികം ജനവിശ്വാസം ആർജിച്ചിട്ടൊരു മേഖലയാണ്. ആ മേഖലക്കകത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ വളരെ വിരളമാണ്. എന്നാൽ മനുഷ്യർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെന്ന നിലക്ക് തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അത്തരം ഘട്ടങ്ങളിലെല്ലാം തെറ്റുകാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആ സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുക. സഹകരണ മേഖലയുടെ കരുത്ത് ഒരു തരത്തിലും ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതിൻ്റെ വിശ്വാസ്യത അതേ രീതിയിൽ നിലനിർത്തും. എന്നാൽ തെറ്റ് ചെയ്തവർക്കെതിരെ കർശനമായ നടപടികളും ഉണ്ടാവും. കേരളത്തിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന നേരത്തെ തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു. ഇപ്പം ചില മാധ്യമങ്ങൾ വരുന്ന സ്പുട്നിക് വാക്സിൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നതാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ആയിട്ടുണ്ടോ? എന്തെങ്കിലും നടപടികൾ നടക്കുന്നുണ്ടോ? വാക്സിൻ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം നമുക്ക് ഇത്തരമൊരു ഘട്ടത്തിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ചില ആലോചനകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു വിവരങ്ങൾ പിന്നീട് കൃത്യമായി പറയുന്നതായിരിക്കും നന്നാവുക. ഏതായാലും ഒരു പ്രാഥമിക ആലോചന നടന്നു. അത്തരമൊരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കൊടകരയിലെ കുഴൽപ്പണ കേസിൽ BJP നേതാക്കൾക്ക് നേരിട്ട് ബന്ധമുള്ളതായിട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള M ഗണേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം എത്തിച്ചതെന്നും ധർമ്മരാജൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായി BJPക്ക് വേണ്ടി പണം എത്തിച്ചു എന്നതാണ് പുതിയ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിലില്ല. അത് അന്വേഷണ ഏജൻസി കാര്യമായിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തിയാൽ എൻ്റെ കയ്യിൽ മറ്റു വിവരങ്ങളില്ല. അങ്ങയുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു. AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നാണ്. പക്ഷെ ആ വോയിസിനകത്ത് നമുക്ക് കൃത്യമായി കേൾക്കാൻ കഴിയും. ആ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കണം എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അന്നേരം ഒരു ശരിയായ രീതി ആയിരുന്നു അത്, അതോ അല്ലെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും, ഈ പരാതിക്ക് പിന്നിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെന്ന് കാണുന്നുണ്ടോ സർക്കാർ? അതൊക്കെ ചീറ്റിപ്പോയില്ലേ? അസംബ്ലിയിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? എല്ലാം ചീറ്റിപ്പോയില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറയാണ്. ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യ വകുപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇന്ത്യയിൽ 130 കോടി ജനങ്ങളിൽ 33,17,76,050 പേർക്ക് ഒന്നാം ഡോസ്, 8,88,16,031 പേർക്ക് രണ്ടാം ഡോസ്, അങ്ങനെ 42,05,92,081 ഡോസ് വാക്സിനാണ് നൽകിയത്. അതായത് ജനസംഖ്യാടിസ്ഥാനത്തിൽ 25.52% പേർക്ക് ഒന്നാം ഡോസും
6.83% പേർക്ക് രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട്. ഇതാണ് രാജ്യത്തെ കണക്ക്. ഇവിടെ കേരളത്തിലെ കണക്ക് 21 ജനസംഖ്യാടിസ്ഥാനത്തിൽ 35.51% പേർക്ക് ഒന്നാം ഡോസ്, 14.94% പേർക്ക് രണ്ടാം ഡോസ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഇത് ദേശീയ ശരാശരിയേക്കാളും കൂടുതലാണല്ലോ. പിന്നെ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരിൽ 100% പേരും ഒന്നാം ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. 82% പേർ രണ്ടാം ഡോസ് എടുത്തിട്ടുണ്ട്. 100% എന്ന് പറയുന്നത് 5,46,656 ഇത് ഒന്നാം ഡോസ് എടുത്തത്. രണ്ടാം ഡോസ് എടുത്തത് 4,45,815 പേരാണ്. രണ്ടാം ഡോസ് എടുക്കുന്നതിന് 12 ആഴ്ചയുടെ കാലാവധിയുണ്ട്. അതുകൊണ്ടാണ് രണ്ടാം ഡോസ് 100% പേർക്കും എടുക്കാൻ സാധിക്കാത്തത്. പിന്നെ മുന്നണി പോരാളികളിൽ ഏകദേശം 100% പേരും 5,59,826 പേര് ഒന്നാം ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. 81% പേർ 4,55,862 പേർ രണ്ടാം ഡോസും എടുത്തിട്ടുണ്ട്. രണ്ടാം ഡോസ് എടുക്കുന്നതിന് 12 ആഴ്ചയുടെ കാലാവധി ഉള്ളതിനാലാണ് രണ്ടാം ഡോസ് 100% എടുക്കാൻ സാധിക്കാത്തത്. 18 വയസ്സിനും 44 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിഭാഗത്തിൽ 18% പേർക്ക് 27,43,023 ഒന്നാം ഡോസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാം ഡോസ് ലഭിച്ച് 12 ആഴ്ചയ്ക്ക് ശേഷമല്ലേ രണ്ടാം ഡോസ്. അത് കിട്ടിയത് 2,25,549 പേർക്കാണ്. 18 മുതൽ 45 വയസ്സ് പ്രായമുള്ളവരിൽ ആദ്യഘട്ടത്തിൽ മുൻഗണനാ വിഭാഗത്തിലുള്ളവർ, അനുബന്ധ രോഗമുള്ളവർക്ക്, അവർക്കാണ് വാക്സിൻ നൽകിയത്. ജൂൺ 21 തീയതി മുതൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് 18 മുതൽ 45 വയസ്സ് പ്രായമുള്ളവരെ വാക്സിനേഷൻ ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. 45 വയസ്സിന് ശേഷമുള്ള 75% പേർക്ക് 84,90,866 പേർക്ക് ഒന്നാം ഡോസ്, 35% പേർക്ക് 39,60,366 പേർക്ക് രണ്ടാം ഡോസ്. ഈ കണക്ക് ഞാൻ വ്യക്തമാക്കിയത് ഈ വാക്സിനേഷൻ സംബന്ധിക്കുന്ന വിവരങ്ങൾ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന കോവിഡ് വാക്സിനേഷൻ ബുള്ളറ്റിൻ ലഭ്യമാണ്. ഈ ബുള്ളറ്റിൻ എല്ലാ ദിവസവും ആരോഗ്യവകുപ്പിൻ്റെ ഔദ്യോഗിക ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 4,99,000 വാക്സിനാണ് നിലവിൽ ബാക്കിയുള്ളത്. ഏതോ ചിലർ 10 ലക്ഷം ഡോസ് വാക്സിൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതായിട്ടുണ്ട്. ശരാശരി 2 മുതൽ 2.5 ലക്ഷം ഡോസ് വാക്സിൻ വരെ ദിവസവും എടുക്കുന്നുണ്ട്. ആ നിലക്ക് നോക്കിയാൽ കയ്യിലുള്ള വാക്സിൻ ഇന്നും നാളെയും കൊണ്ട് തീരും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഈ നിലയെ കുറച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം ദേശീയ തലത്തിലുണ്ടായതുകൊണ്ടാണ് ഈ കണക്കുകൾ ഒരാവർത്തി കൂടി വ്യക്തമാക്കേണ്ടി വന്നത്. നിങ്ങളുടെ ചില മാധ്യമങ്ങൾ തന്നെ അത് കൊടുത്തതായിട്ടും കണ്ടു. നിങ്ങൾക്കറിയാം അതല്ല ഇവിടുത്തെ അവസ്ഥ എന്ന്. പിന്നെ വാർത്ത എന്ന നിലക്കായിരിക്കാം കൊടുത്തിട്ടുണ്ടാകുക. ഏതായാലും ഇങ്ങനൊരു അവസ്ഥ നമ്മൾ ആക്ഷേപത്തിന് അർഹരായവരല്ല. ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഫലപ്രദമായി കൊടുത്തവരാണെന്ന് മാത്രമല്ല, കിട്ടിയ വാക്സിൻ, കിട്ടിയ ഡോസ് എത്രയാണോ അതിനേക്കാളും കൂടുതൽ വാക്സിൻ കൊടുത്തു എന്നതാണ് കേന്ദ്രം തന്നെ നമ്മെ അനുമോദിച്ച് പറഞ്ഞിരുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നീടാവാം.